ഗണപതി ഭഗവാൻ മോദകം കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള മധുരപലഹാരങ്ങൾ തന്റെ കയ്യിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴി വാഹനമായ മൂഷികൻ പാമ്പിനെ കണ്ട് പേടിച്ചിടറി. അങ്ങനെ ഗണപതി ഭഗവാൻ താഴേക്ക് വീണുപോയി. പലഹാരങ്ങളെല്ലാം നാല് ദിശയിലേക്കും ചിതറിപ്പോയി. താൻ വീണത് ആരെങ്കിലും കണ്ടോ എന്ന് ഭഗവാൻ ചുറ്റും നോക്കി. അർദ്ധരാത്രി ആയതിനാൽ ആരും ഉണർന്നിരുന്നില്ല. അതുകൊണ്ട് ചിതറിപ്പോയ പലഹാരങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റ ഗണപതി ഭഗവാൻ ആകാശത്തിലെ ചന്ദ്രനെ കണ്ടു. പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രൻ. ഇത് കണ്ട ഗണപതി എന്നെ നോക്കി ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതിന് ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ വയറും ആനമുഖമും കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇത് കേട്ട് ഗണപതി ഭഗവാന് ദേഷ്യം വന്നു. ദേഷ്യത്തോടെ ഭഗവാൻ പറഞ്ഞു, അഹങ്കാരിയായ ചന്ദ്രദേവ, നിന്റെ സൗന്ദര്യത്തിൽ നീ അഭിമാനിച്ചിരിക്കുന്നു. ഇന്നുമുതൽ ഈ ദിനത്തിൽ നിന്നെ നോക്കുന്നവർക്ക് തെറ്റായ ആരോപണങ്ങളും അപമാനവും ദുരിതവും വരും എന്ന് ചന്ദ്രൻ കടുത്ത ശാപം നൽകി. ഇതിനാൽ ചന്ദ്രന്റെ തേജസ്സും സൗന്ദര്യവും നഷ്ടപ്പെടുകയും അങ്ങനെ എല്ലായിടവും അന്ധകാരത്തിൽ ഇരുണ്ടുപോയി. തന്റെ തെറ്റ് മനസ്സിലാക്കി ചന്ദ്രദേവൻ, എന്റെ തെറ്റ് ക്ഷമിക്കണമേ ഗണപതി ഭഗവാനെ എന്ന് യാചിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പൂർണ്ണമായി അപ്രത്യക്ഷനാകില്ല, എന്നാൽ എല്ലാ മാസവും നീ വളരുകയും ചെറുതാകുകയും ചെയ്യും. ആളുകൾ ഇപ്പോഴും നിന്നെ ആരാധിക്കും, പക്ഷേ ശാപം അവശേഷിക്കും. ശുക്ലചതുർത്ഥി ദിവസം നിന്നെ കാണുന്നവർക്ക് അന്യായമായ കുറ്റപ്പെടുത്തലുകളും തെറ്റായ ആരോപണങ്ങളും കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗണേശ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ